അല്ലേ? അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് പൂർണ്ണമായും നാം പഠിച്ചത്. 6ാമത്തെ ആയത്ത് തുടങ്ങി വെച്ചു. അപ്പോൾ 5 ആയത്തൊന്ന് കാണാതെ ഒരുമിച്ച് ഓതട്ടാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج ഖലഖക്കും എന്താർത്ഥം പറഞ്ഞേ? ഖലഖ സൃഷ്ടിച്ചു, കും നിങ്ങളെ, ഖലഖക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, മിൻ നഫ്സിൻ വാഹിദ, മിൻ നഫ്സിൻ വാഹിദ ഒരേ ആത്മാവിൽ നിന്ന്. അതാരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മിൻ നഫ്സിൻ വാഹിദ. സുമ്മ പിന്നീട് ജഅല അവൻ ഉണ്ടാക്കി, ജഅല അവൻ ഉണ്ടാക്കി, മിൻഹ അതിൽ നിന്ന് സൗജഹ അതിന്റെ ഇണയെ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ സൗജത്തഹ എന്ന് പറയാത്തത്, സൗജഹ എന്ന് പറഞ്ഞത്? കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. എന്താണ് സൗജ്, സൗജാനി, സൗജൈനി, അസ്വാജ് അല്ലേ? മൊത്തം എത്ര സ്ഥലത്ത് വന്നു ആ വാക്ക് പദങ്ങൾ? 76 സ്ഥലത്ത് വന്നു. അപ്പം അതൊക്കെ അതുകൊണ്ടൊക്കെ അല്ലാഹു തആല ആ സ്ഥലങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആ ദൃഷ്ടാന്തമാകുന്നത്, എന്തൊക്കെയാണ് അതിലുള്ള ഗുണപാഠങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. പിന്നെ അൻസല ലക്കും നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നു, മിനൽ അൻആമി, അൻആം എന്താണ് അൻആം? കാലികളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. എന്തിന്? 8 അസ്വാജ്, 8 അസ്വാജ് 8 തരം ഇണകളെ അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. 8 അസ്വാജ്. അപ്പം നഅമുൻ എന്നതിന്റെ ബഹുവചനമാണ് അൻആം. നഅം ഖുർആനിൽ പ്രയോഗിച്ച വാക്കാണ് നഅം. മിനൻ നഅമി എന്ന് ഖുർആനിൽ കാണാം. നഅമുൻ എന്നതിന്റെ ബഹുവചനമാണ് അൻആം. നമ്മൾ പഠിച്ചതാണ്. 8 അസ്വാജ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? 8 അസ്വാജ് 8 ഇണകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ 8 ഇണകൾ? വിശദീകരിച്ചോ? പറഞ്ഞോ? ഇല്ല. അപ്പൊ ശരി, ഇനി അതാണ് പറയാനുള്ളത് അല്ലെ? അപ്പം പിന്നെ സൂറത്ത് അൻആം മറിക്കാം. ആറാമത്തെ അധ്യായം.
സമാനിയത്ത് അസ്വാജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആയത്ത് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ആ 8 തരം ഇണകൾ ഏതൊക്കെയാണ് എന്നും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ് ഇപ്പൊ പറഞ്ഞു. ൂറ്റി 144 ആയത്ത് പരിശോധിക്കാം. നിങ്ങളെ നോട്ടിൽ എഴുതി വെച്ചിട്ട് വേണം മറിക്കാൻ കേട്ടാ. ആറിൽ 143 144. ആയത്ത് തുടങ്ങണത് എന്തുകൊണ്ടാ? സമാനിയത്ത് അസ്വാജ് കണ്ടാ. വൻസര ലക്കും മിനൽ അൻആമി സമാനിയത്ത് അസ്വാജ് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ 142 മേലെ നോക്കി, തൊട്ടു മുന്നിലായത്ത് വമിനൽ അൻആമി ഹമൂലതൻ വഫർശ കുലൂ മിമ്മാ റസഖകുമുല്ലാഹ് വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വമിനൽ അൻആമി കാലികളിലുണ്ട്, ഹമൂലത്തൻ വഫർശ ഭാരം ചുമക്കുന്ന കാലികളുമുണ്ട്, വഫർശ അറുത്ത് തിന്നാനുള്ളതുണ്ട്. ഹമൂലത്ത് ഫർഷ് എന്ന് പറഞ്ഞതാണ്. ഹമൂലത്ത് എന്നാൽ ഭാരം ചുമക്കൽ. അപ്പൊ കഴുത ഇതൊക്കെ ഭാരം ചുമക്കാനാണ്. അതേസമയത്ത് ഒട്ടകം ഭാരം ചുമക്കാനും പറ്റും, അറുത്ത് തിന്നാൻ. ഹമൂലത്തും ഫർഷുമാണ്, രണ്ടുമാണ്. ഫർഷ എന്ന് പറഞ്ഞാൽ അറുത്ത് തിന്നാം. കുലൂ മിമ്മാ റസഖകുമുല്ലാഹു അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിയതിൽ നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വ്യക്തമായ ശത്രുവാണ് പിശാച്. സമാനിയത്ത് അസ്വാജിൻ ആ കാലികളിൽ നിന്ന് 8 ഇണകളെയും. സമാനിയത്ത് അസ്വാജ് ഏതൊക്കെയാണ് 8? ഇനി പറയാൻ പോവാണ്. മിനൽ ലഇനി ഇസ്നൈനി. ലഇൻ എന്ന് പറഞ്ഞാൽ ചെമരിയാട്. ലഇൻ ഇസ്നൈനി ചെമരിയാടിൽ നിന്ന് ഇസ്നൈനി. ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ 2. വമിനൽ മഅസി ഇസ്നൈനി. മഅസ് പറഞ്ഞാൽ കോലാട്. സാധാരണ ചെമരിയാടല്ലാത്ത നമ്മുടെ നാട്ടിലെ സാധാരണ ആടുകളുണ്ടല്ലോ, അതിനാണ് എന്ത് പറയാ? മഅസ് എന്ന് പറയാം. രണ്ട് തരം ആടാണ്. ചെമരിയാടും കോലാടല്ല ഒന്നല്ല, രണ്ട് തരം ആട് തന്നെയാണ്. രണ്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. രണ്ടിന്റെ പാലിൽ വ്യത്യാസമുണ്ട്, മാംസത്തിൽ വ്യത്യാസമുണ്ട്, അതിന് ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം ലഇനിൽ 2, മഅസിൽ 2. അപ്പൊ എത്രയായി? 4 ഇനി അടുത്ത ആയത്ത് നോക്കാം. അതിനടി വേറെ ചില കാര്യങ്ങളാണ് പറഞ്ഞത്, അതോടെ നിൽക്കട്ടെ. വമിനൽ തൊട്ടടുത്ത ആയത്ത് വായിക്കാം. വമിനൽ ഇബിലി സിനൈനി. ഇബിൽ എത്ര? ഇബിലെന്താ? ഇബിലുൻ. ഇബില് ജമല്. ഇബില് ഒട്ടകം. ഒട്ടകം. ഇബില് എന്ന് പറഞ്ഞാൽ ഒട്ടകം. അപ്പൊ ഒട്ടകത്തിൽ സിനൈൻ 2. വമിനൽ ബക്കരി സിനൈനി. ബക്കർ മാട് എന്ന് പറഞ്ഞാല് പശു, പോത്ത്, എരുമ വർഗം കംപ്ലീറ്റ് അതിൽ പെടും ബക്കർ. ഇസ്നൈനി 2. അപ്പൊ എത്രയായി? 8. അപ്പം സമാനിയത്ത് അസ്വാജ് എന്ന് അള്ളാഹു നിങ്ങൾക്ക് സമാനിയത്ത് അസ്വാജ് 8 തരം കാലികളെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സമാനിയത്ത് അസ്വാജ്? അതാണ് ഈ ആയത്ത് വിശദീകരിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ എത്രയാണ്? ഏതാണ് വിശദീകരണം? നമ്പർ എത്രയാണ്? അൻആമിലെ
142 143 എഴുതി വെക്കണം. 143 144 143 144. അപ്പൊ 8 ഇണകളെ കിട്ടിയല്ലോ. ഇണകൾ എന്ന് പറയുമ്പോ 8 എണ്ണം. 8 എണ്ണായല്ലോ. അല്ല 2 എണ്ണം, ഒരു ആണ് പെണ്ണാകുമ്പോ ഒരു ഇണ 2 എണ്ണാണല്ലോ. അങ്ങനെ 8 എണ്ണം അവ കിട്ടിയില്ല. മനസ്സിലല്ലേ പറഞ്ഞേ? ലഇനി സിനൈനി വമിനൽ മാസി സിനൈനി ഇബിലി സിനൈനി ബക്കരി സിനൈനി. ബക്കറിൽ നിന്ന് 2, ഇബിലിൽ നിന്ന് 2, ലഇനിൽ നിന്ന് 2, മാസിൽ നിന്ന് 2. ലഇനി ചെമരിയാട്, മാസ് പറഞ്ഞാൽ കോലാട്, ഇബില് ഒട്ടകം, ബക്കർ മാട്. ഇനി വേറെ ഒരുപാട് മൃഗങ്ങള് അള്ളാന്റെ ഭൂമിയിലുണ്ട്. ഇവയെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ബാക്കിയൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. വേറെ കുറെ മൃഗങ്ങളെ വേറെ പറയുന്നുണ്ട് ഖുർആനില്. പക്ഷെ ഈ 8 ഇണകളെ ഇറക്കി എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഈ 8 ഇണകൾ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെയും എമ്പാടുണ്ടല്ലോ. ഇതിനെ മാത്രം എടുത്തു പറയാനുള്ള കാരണം എന്ത്? ഇത് കാലി സമ്പത്താണ്. എന്താണ്? കാലി സമ്പത്താണ്. ഇപ്പൊ കാലി സമ്പത്ത് ഇവക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇവക്കാണ് എന്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. മനസ്സിലാണല്ലോ പറഞ്ഞത്. ബാക്കിയുള്ളതിൽ അധികവും സ്വതന്ത്രമായി കാടുകളിൽ ഒരാൾക്കിപ്പം ഒരു 100 സിംഹമുണ്ട്, 100 സിംഹമുണ്ടെങ്കിൽ 2 സിംഹത്തിന് സക്കാത്ത് കൊടുക്കുക, അങ്ങനെ ഇല്ലല്ലോ. അത് കാട്ടില് ജീവിക്കുന്ന ജീവിയാണ്. ആന സക്കാത്ത് കൊടുക്കാനുള്ള കാലിസമ്പത്തിൽപ്പെട്ടതല്ല ആന. മനസ്സിലാണ് പറഞ്ഞത്? അപ്പം ഈ പറഞ്ഞ ഈ 8 ഇനമാണ് നിർബന്ധമായും ഇതൊരു സമ്പത്തായി അല്ലാഹു തആല മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുത്തതാണ്, കാലി സമ്പത്ത്. അപ്പൊ ആ കാലി സമ്പത്തിൽ നിന്ന് എന്തു വേണം? സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ നിസാബ് തികഞ്ഞാൽ ഇത്ര ഒട്ടകമുണ്ടെങ്കിൽ ഇത്ര പശു ഉണ്ടെങ്കിൽ ഇത്ര ആടുണ്ടെങ്കിൽ ഇത്ര സക്കാത്ത് കൊടുക്കുക. ഇങ്ങനെ സക്കാത്തിന്റെ വിഹിതം. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി ഇതല്ലാത്ത ചില മൃഗങ്ങളെ കുറിച്ചുകൂടി അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കാണാം. അത് മനുഷ്യന്മാർക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഉപയോഗത്തിന് വേണ്ടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം. നഹ്ലിലെ 8 മറിക്കട്ടെ, 16-ൽ 8. 16-ൽ 8. കണ്ടില്ല? എന്താണ്? വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനത വയഖ്ലുഖു മാ ലാ തഅലമൂൻ. എന്നെ മേലത്തെ ആയത്ത് നോക്കി നിങ്ങൾ. വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫുൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനൂ ബാലിഗി ഇല്ലാ ബിശിക്കിൽ അൻഫുസ് ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. വൽ അൻആമ ഖലഖഹ, കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ലക്കും ഫിഹ, അവയിൽ നിങ്ങൾക്കുണ്ട് ദിഫുൻ, തണുപ്പകറ്റാനുള്ള കമ്പിളിയുണ്ട്. ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാണ്ട് ദിഫ്. വ മനാഫിഉ, മറ്റ് പ്രയോജനങ്ങളുണ്ട്. വമിൻഹ, ആ മൃഗങ്ങളിൽ തഅക്കുലു, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.
വലക്കും നിങ്ങൾക്കുണ്ട് ഫീഹാ അതിൽ ജമാലുൻ ഒരു കൗതുകമുണ്ട്, മൃഗങ്ങളിൽ ഒരു കൗതുകമുണ്ട്. ഹീന തുരീഹൂന വഹീന തസ്റഊൻ അതിനെ ആലയിലേക്ക് നിങ്ങൾ വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോരുമ്പോഴും അതിനെ രാവിലെ മേക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകുമ്പോഴും അതിൽ നിങ്ങൾക്ക് ഒരു കൗതുകമുണ്ട്, ആ മൃഗങ്ങളിൽ നിങ്ങൾക്കൊരു ജമാലുണ്ട്. പിന്നെ തഹ്മിൽ അസ്കാലക്കും നിങ്ങളെ ഭാരങ്ങളെ അവ ചുമക്കുന്നു. ഇലാ ബലദില്ല തക്കൂന ബാലിഹ ഇല്ലാ ബിശിക്കിൽ അൻഫുസ് പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത നാട്ടിലേക്ക് അവ നിങ്ങളെയും നിങ്ങളെ ഭാരങ്ങളെയും വഹിച്ചുകൊണ്ട് അവ കടന്നു പോകുന്നു. ഇന്ന റബ്ബക്കും ലറഊഫ് റഹീം നിങ്ങളെ നാഥൻ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാണ്. ഇങ്ങോട്ട് പറയാണ് വൽ ഹൈല, ഹൈല് കുതിര ട്ടാ. ഖുർആനിൽ പറഞ്ഞ മറ്റു മൃഗാണ് ഹൈല്, ഹൈലറ കുതിര. ബിഗാല് കോവർ കഴുത, കോവർ കഴുത. ഹമീർ കഴുത. എന്താ രണ്ടത് വ്യത്യാസം അറിയോ? കോവർ കഴുതയും കഴുതയും നമ്മൾ വ്യത്യാസം എന്താ? കുതിരല്ല, കുതിര വേറെ, ഹൈല് പറഞ്ഞു. കോവർ കഴുതയും കഴുതയും. കഴുത എന്ന് പറഞ്ഞാല് അതിന്റെ പുറത്ത് ഭാരം വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. കോവർ കഴുത എന്ന് പറഞ്ഞാൽ ഭാരം വെക്കാൻ ആൾക്ക് കയറി ഇരിക്കും ചെയ്യാം, അതാണ് സംഗതി, രണ്ടും പറ്റും. അപ്പം പിന്നെ ഹൈല വൽ ബിഗാല വൽ ഹമീറ ലി തർക്കബൂഹ നിങ്ങൾക്ക് കയറാനുള്ള വസ്തുവായിട്ട് കണ്ട. അപ്പൊ അതിന് എന്താ അർത്ഥം തിന്നാൻ പറ്റൂല, കുതിരന്റെ ഇറച്ചി തിന്നാൻ പറ്റൂല, കഴുതന്റെ കോവർ കഴുതന്റെ ഇറച്ചി തിന്നാൻ പറ്റൂല. അത് ആളുകൾക്ക് കയറാനുള്ള വാഹനമായിട്ട് പഠിച്ചുണ്ടാക്കിയതാണ്. വസീനത്തിന് ഒരു അലങ്കാരമാണ്. യഖ്ലുഖു മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിവില്ലാത്തത് അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പം അറുത്ത് തിന്നാനുള്ളത് ഹമൂലത്തുണ്ട്, ഫർഷുണ്ട് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അറുത്ത് തിന്നാനുള്ളതും നിങ്ങളെ വഹിച്ചുകൊണ്ട് നിങ്ങളെ വാഹനമായിട്ട് ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു വിശദീകരണമാണ് ഈ പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞ ഒട്ടകത്തെ നമുക്ക് എന്ത് ചെയ്യാം, വാഹനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒട്ടകത്തിന്റെ പാല് കുടിക്കാം, അതിന്റെ മാംസം ഭക്ഷിക്കാം. ആടും ചെമരിയാടും മാടും ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. സമ്പത്തായിട്ട് ഉപയോഗിക്കാൻ, തിന്നാനും ഭക്ഷണമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ വസ്തുക്കളുടെ അല്ലാത്ത ഒന്നിന്റെയും മാംസം നമുക്ക് എന്ത് പാടില്ല, തിന്നാൻ പാടില്ല, അനുവദനീയമല്ല എന്നർത്ഥം. അതെ, പാടില്ല എന്ന് തന്നെ പറഞ്ഞത്, പാടില്ല എന്ന് തന്നെ പറഞ്ഞത്. എങ്ങനെ? അതുണ്ട്. റഷ്യയിലും പിന്നെ ഫിലിപ്പൈൻസിലും ഒക്കെ പല നായനെ അറുത്തിട്ട് നല്ല 1-ാം നമ്പർ ഭക്ഷണമായിട്ട് കഴിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വിശ്വാസികൾക്ക് ഖുർആനിൽ പറഞ്ഞതേ പറ്റുള്ളൂ. അപ്പം ഈ 8 ഇണകൾ, അപ്പൊ അത് ഒരു നിയമമാണ്, മത നിയമമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നത്, ഉപയോഗത്തിന് വേണ്ടി ഇറക്കി തന്നത് ഈ 8 തരം ഇണകളെയാണ്, കാലികളാണ് ഇറക്കി തന്നത്. ശരി, അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹു തആല അടുത്ത വിഷയത്തിലേക്ക് കടക്കണം. അപ്പൊ സമാനിയത്ത് അസ്വാജ് നമ്മൾ പറഞ്ഞു കേട്ടാ. അപ്പൊ ആയത്തൊന്ന് കാണാൻ തോന്നട്ടെ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج. ഇത് കാണാതെ പഠിച്ചിട്ടേ ബാക്കി എടുക്കുള്ളൂ. ഒന്നുകൂടി. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8. ഒന്നുകൂടി. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8. ഒന്നും കൂടി. ഒന്നുകൂടി. കാണാതല്ലേ ഇത്? കാണാതല്ലേ? ഒന്നുകൂടിയാ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها ഒന്നുകൂടിയാ. അപ്പോൾ ഈ സമാനിയത്ത് അസ്വാജ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സമാനിയത്ത് അസ്വാജ് എന്താണ് എന്ന് വേണം കേട്ടാ.
ഏതൊക്കെയാണ്? മഅസ് ഇസ്നൈനി, പിന്നെ മഅസ് ഇസ്നൈനി, മഅസ് ഇസ്നൈനി, പിന്നെ ലഇന ഇസ്നൈൻ, ലഇന ഇസ്നൈൻ, ലഇന ഇസ്നൈൻ, മഅസ് ഇസ്നൈൻ, പിന്നെ ഇബിൽ ഇസ്നൈൻ, ബക്കർ ഇസ്നൈൻ. ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ 2. അത് നമ്മളെ മനസ്സിലെപ്പോഴും ഓർമ്മയാണ് കേട്ടോ. സമാനിയത്ത് സുവാജ്, ഇത് നമുക്ക് അള്ളാഹു ഇറക്കി തന്ന 8 തരം കാലികൾ. ശരി, ഇനി ബാക്കി നോക്കാം. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും. അതട്ടെ, നോക്കട്ടെയാ, അതട്ടെ, നോക്കട്ടെയാ, നോക്കട്ടെ, നോക്കട്ടെയാ. യഖ്ലുഖു ഖാഫാണ്, മറ്റേ കാഫാണ്. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും. ഒന്നും കൂടി, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും. കാണാതെ, ഒന്നും കൂടി, ഒന്നും കൂടി, കാണാതെ, ഒന്നും കൂടി. ഖൽഖം മിൻ ബാദി ഖൽഖിൻ. അവിടെ തൽക്കാലം ഖൽഖിന്ന് വഖഫ് ചെയ്ത് പഠിക്കട്ടാ. അങ്ങനെ തന്നെ വഖഫ്, കാരണം നമുക്ക് പഠിക്കാനുള്ള സൗകര്യം തരും. ഒന്നും കൂടി, ഖൽഖൻ, ഒന്നും കൂടി, ഒന്നും കൂടി. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഹൽക്കൻ എന്നുള്ളതിന് ശേഷം മീമാണ് അല്ലെ? ഹൽക്കൻ എന്നുള്ളതിന് ശേഷം മീമാണ്. അപ്പം തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഹൽക്കൻ എന്ന തൻവീന് ശേഷം, തൻവീനാണ്, 2 എണ്ണം ഉണ്ട്. തൻവീന് ശേഷം മീമാണ്, ഇതിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഹൽക്കമ്മി, ഇങ്ങനെ. പിന്നെ ഇവിടെ തൻവീനും സാക്കിനായ നൂനും ഒരേ നിയമമാണ്. സാക്കിനായ നൂന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ബാ ആണ്. അപ്പൊ ബാ വന്നാൽ എന്ത് ചെയ്യണം? അല്ലല്ല, നൂനിനെ മീമാറ്റി മാറ്റണം. നൂനിനെ മീമാറ്റി മാറ്റണം. നൂന് പറയാൻ പാടില്ല ഇവിടെ. ഇഖ്ലാബ് എന്ന നിയമം. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തെ വേറൊരു അക്ഷരാക്കി മാറ്റലാണ്. അപ്പൊ ഇവിടെ മിൻ എന്ന് പറയാൻ പാടില്ല, മിം. മീമ ഇവിടുന്ന വരണ്ട്, മീമ് ചുണ്ടുന്ന മീമ ഇവിടുന്ന വരാം. മിം, ഇങ്ങനെയാണ്. മിം ചുണ്ടിട്ട് പോടണം. മിം ബഅദി, മിം ബഅദി, ഖൽഖം മിൻ ബഅദി. ഒന്നും കൂടി, ഖൽഖം മിൻ ബഅദി. ഒന്നും കൂടി, ഒന്നും കൂടി. خلق في ظلمات 3 في ظلمات 3 في ظلمات 3 خلقا من بعد خلق. ഹൽക്കിനോട് വഖഫ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിട്ടാ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ. ഒന്നുകൂടി, ഒന്നുകൂടി, കാണാതെ. ഫീ ളുലുമാതി 3. ഇന്ന് നിങ്ങൾ ഇതേ കാണാൻ പഠിക്കണുള്ളൂ, ഈ ഭാഗം തന്നെ കാണാൻ പഠിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം, കുറച്ചേ ഉള്ളൂ. ഒന്നും കൂടി തലക്കന്ന്. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതി 3. ഇവിടെ സാ വന്നാല് ളുലുമാത്തി തൻവീനാണ്.
ഇവിടെ ഇഖ്ഫാ ചെയ്യണം, അവ്യക്താക്കണം. ഫീ ളുലുമാത്തി സലാത്ത്. തലക്കൊന്നും കൂടി ഒന്നും കൂടി. يخلقكم في بطون أمهاتكم يخلقكم في بطون أمهاتكم خلقا من بعد خلق خلقا من بعد خلق خلقا من بعد خلق في ظلمات ثلاث. ഒന്നോർത്ത് കാണാതെ തൽക്കുന്ന يخلقكم في بطون أمهاتكم خلقا من بعد خلق في. ഒന്നും കൂടി. ഒന്നും കൂടിയാ. ഞാൻ പതുക്കെ ഒന്ന് മനസ്സിലാവും, ശബ്ദം പുറത്തേക്ക് വരാതെ. ഒന്ന് പഠിക്കുക, ഇന്ന് പഠിക്കുക. പതുക്കെ ഊതി നോക്കുക. കിട്ടാത്തുണ്ടെങ്കിൽ ബോർഡിൽ നോക്കുക. ഓതട്ടെ. ഒന്നും കൂടി. ഒന്നും കൂടി. യഹ്ലുഖു. ഇനി ബോർഡ് ശ്രദ്ധിക്കട്ടാ, എഴുതണ്ട, ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ഹലക്ക നമ്മൾ പഠിച്ചു മേലെ അല്ലേ, ഒരുപാട് സ്ഥലത്ത് വന്നില്ലേ. എന്താ ഹലക്ക? സൃഷ്ടിച്ചു അല്ലെ. ഹലക്ക അത് മാളിയായ ഫിയലാണ്, ഭൂതകാല ക്രിയയാണ്. സൃഷ്ടിച്ചു, അത് കഴിഞ്ഞു. അതിന്റെ മുളാരിയാണ് യഹ്ലുഖു. നമ്മളെ ഈ ആയത്തിന്റെ തുടക്കം യഹ്ലുഖു, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. യഹ്ലുഖു. അപ്പൊ എന്ത് കിട്ടി? അല്ലാഹു തആല ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അതാരാ? നഫ്സു വാഹിദ ആരാ? ആദം നബി. നഫ്സു വാഹിദ ആദം നബി. അത് സൃഷ്ടിച്ചു കഴിഞ്ഞു, ഖലഖ. ഇനി ബാക്കി യഹ്ലുഖു, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. യഹ്ലുഖു
സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കും നിങ്ങളെ. കും നമ്മൾ പഠിച്ചല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഖലഖക്കും എന്നുള്ളടത്ത് ക എന്ന ലമീറിന്റെ ജമ്മാണ് കും, നമ്മൾ പഠിച്ചതാണ്. ഗ്രാമർ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഗ്രാമർ വല്ലാതെ പറയാൻ നമുക്ക് പറയാൻ നിന്നാൽ പറയും ഇൻഷാ അല്ലാഹ്, അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ പറയും. വല്ലാതെ പറയാൻ നിന്നാൽ നമ്മളെ ക്ലാസ് നീങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച പിന്നെ ഗ്രാമറിനെ മാത്രമായിട്ടാണ് ഇവിടെ രാവിലെ ക്ലാസ് നടക്കുന്നത്, ഷെരീഫ് മൗലവിന്റെ ക്ലാസ്. അതിലെല്ലാവരും പങ്കെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഗ്രാമർ മനസ്സിലാവാതെ, അറബി ഭാഷ മനസ്സിലാവാതെ നമുക്ക് ഖുർആൻ കുറച്ചാണ് കഴിയുമ്പോൾ അങ്ങ് അതിന്റെ ഗൗരവം മനസ്സിലാകാം. ഇൻഷാ അല്ലാഹ് കുറച്ച് ക്ലാസ്സുകളാണ് കഴിയുമ്പോൾ ഏകദേശം കുറേയൊക്കെ ഒരു ഈ ഖുർആനിന്റെ ഏതൊരായത്തിനും ഷറഹ് പറയാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകും, ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭാഷ മനസ്സിലാക്കാത്തൊരു പ്രയാസം വല്ലാതെ ഉണ്ടാകുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ആയത്തുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഓരോ ഷറഹ്, ഇപ്പൊ സമാനിയത്ത് അസ്വാജ് എന്താന്ന് ചോദിച്ചാൽ സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടൂല. സമാനിയത്ത് അസ്വാജ് എന്താ നിങ്ങളോട് നിങ്ങൾ പറയും, സൂറത്ത് അൻആമിലെ ഇന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, ഇണകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഓരോന്നും ഇൻഷാ അല്ലാഹ് ഇങ്ങനെ കുറേശ്ശെ നമ്മൾ പഠിക്കാൻ പോവാണ്. അങ്ങനെ പഠിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് ഇപ്പത്തെ കംപ്ലീറ്റ് എല്ലാം ഈ എന്താ പറയാ ഈ വാട്സപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ദീനീ പഠനം മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ അതുകൊണ്ടുണ്ട്. അത് ഉണ്ടായിക്കോട്ടെ, ഉള്ളത് പഠിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മാത്രം ദീനീ പഠനത്തിന് അവലംബിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്, പല തെറ്റിദ്ധാരണകൾക്കും വഴിയുണ്ട്, പല അബദ്ധങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഹൈർ നമ്മൾ എടുക്കുകയും ആ ഒരു മീഡിയ കൊണ്ടുള്ള നന്മകൾ നമ്മൾ എടുക്കുകയും അതിന്റെ തിന്മയെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. ദീന് പഠിക്കാനത് മാത്രം ഉപയോഗിക്കുന്ന കാലഘട്ടം അത് പാടില്ല. അതുകൊണ്ടാണ് വ്യവസ്ഥാപിതമായ പഠനം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ പഠനം അതാണ് സമ്മും ബസറും ഫുആദും ഉപയോഗിച്ചുള്ള പഠനം. കണ്ണുകൊണ്ട് നമ്മൾ കാണണം, ചെവികൊണ്ട് നമ്മൾ കേൾക്കണം, ഹൃദയസ്ഥമാക്കണം എന്ന് പറയാനുള്ള കാരണം. ആ പഠനത്തിന് എന്തുള്ളൂ, അതാണ് അതിന്റെ ഒറിജിനാലിറ്റി. മനസ്സിലല്ലേ പറഞ്ഞേ? അത് ഒരു ആയത്ത് പറയുമ്പോൾ ആ ആയത്തിനെ തന്നെ വിശദീകരിക്കുന്ന നിരവധി ആയത്തുകൾ അത് നമുക്ക് കിട്ടുകയാണ്. അപ്പോഴാണ് അള്ളാഹു എന്താണ് ഇതിന് യഥാർത്ഥമായി ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താവും, നമുക്ക് പിന്നെ അവിടെ നമുക്ക് കുറേയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയും, പക്ഷേ ഭാഷ നമുക്ക് പ്രയോഗിക്കാൻ കഴിയാത്തൊരു പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ചത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അതെല്ലാവരും ഒന്ന് ഗൗരവത്തിലെടുക്കുക. ആ ക്ലാസ് ഞായറാഴ്ച രാവിലെ എല്ലാവർക്കും പല ആളുകൾക്കും ഒഴിവുള്ള സമയമായിരിക്കും, കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കാം. ശരി. യഹ്ലുക്കു അവൻ പടക്കുന്നുക്കും നിങ്ങളെ, യഹ്ലുക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും. ബത്വിന് എന്നതിന്റെ ബഹുവചനമാണ് ബുത്തൂന്, വയറ്, ഉദരം. ബുത്തൂന്, ബത്വിന് എന്ന് പറഞ്ഞാൽ വയറാണ്, ഉദരം. ബുത്തൂന് ഉദരങ്ങൾ. ഉമ്മുൻ എന്നതിന്റെ ബഹുവചനമാണ് ഉമ്മഹാത്ത്. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ മാതാവ്. ഉമ്മുൻ എന്നതിന്റെ ബഹുവചനമാണ് ഉമ്മഹാത്ത്. ഉമ്മഹാത്ത് മാതാക്കൾ. കും നിറ നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൽക്കൻ ഒരു സൃഷ്ടിയായി. ഹലക്ക യഹ്ലുക്കു, അതിന്റെ മസ്ദറാണ് ഹൽക്ക്. ഹൽക്ക്, ഹൽക്കൻ എന്ന് നസ്ബായി പറയാൻ കാരണം മഫ്ഊലായതുകൊണ്ടാണ്. അപ്പൊ ഒരു സൃഷ്ടിയായിട്ട് യഹ്ലുക്കു ഹൽക്കൻ, യഹ്ലുക്കു ഹൽക്കൻ ഒരു സൃഷ്ടിയായി നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മിൻ ബഅദി ഹൽക്കിൻ ഒരു സൃഷ്ടിപ്പിന് ശേഷം. ഹൽക്കൻ, ഹൽക്കിൻ, ഹൽക്കുൻ ഒക്കെ ഒരു വാക്കന്നെ, സൃഷ്ടിപ്പ്. ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ളുലുമാത്തിൻ സലാസിൻ 3 ഇരുട്ടുകളിലായിക്കൊണ്ട്. ളുലുമത്ത് എന്നതിന്റെ ബഹുവചനമാണ് ളുലുമാത്ത്. ളുലുമത്തിൻ ബഹുവചനം ളുലുമാത്ത്, ഇരുട്ടുകൾ, അന്ധകാരങ്ങൾ. സലാസ് എത്ര? സലാസ് 3 ഇരുട്ടുകളിലായി ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആശയം. എന്തൊക്കെയാണെന്ന് ഖുർആൻ തന്നെ പറയും ഇൻഷാ അല്ലാഹ്. ഖുർആൻ തന്നെ അത് വിശദീകരിക്കണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് വേറെ ആരെ അഭിപ്രായം ഒന്നും വേണ്ട, ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. നിരവധി സ്ഥലത്തുകൾ വിശദീകരിക്കണ്ടേ.
എങ്ങനെ അർത്ഥം പറയാം? യഖ്ലുഖു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, കും നിങ്ങളെ, യഖ്ലുഖുക്കും അവൻ നിങ്ങളെ അവൻ അർത്ഥം വരാൻ കാരണം യഖ്ലുഖു എന്നുള്ളത് ഗായിബായ ഒരു ഫിഅലാണ്, അതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞത്. യഖ്ലുഖുക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ, ബുത്തൂന് ഫീ ബുത്തൂൻ ഉദരങ്ങളിൽ, ഉമ്മഹാത്ത് മാതാക്കൾക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഹൽക്കൻ ഒരു സൃഷ്ടിയായി, ഹൽക്കൻ മിൻ ബാദി ഹൽക്കിൻ ഒരു സൃഷ്ടിക്ക് ശേഷം, ഒരു സൃഷ്ടിപ്പിനു ശേഷം മറ്റൊരു സൃഷ്ടിയായി, ഒരു സൃഷ്ടിക്കു ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. ഫീ ളുലുമാത്തിൻ സലാസിൻ മൂന്ന് ഇരുട്ടുകളിലായി, ഫീ ളുലുമാത്തിൻ സലാസിൻ മൂന്ന് ഇരുട്ടുകളിലായി. കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടോ? വാക്കുകൾ ഏതെങ്കിലും കിട്ടാത്തുണ്ടോ? അർത്ഥം നമുക്ക് പറയാം, വിശദീകരണം പറയാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ തന്നെ നമുക്ക് കണ്ടിട്ട് തന്നെ പഠിക്കാം. ഒന്നുകൂടി പറയാം, ഒന്ന് പറയൂ. യഖ്ലുഖു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, കും നിങ്ങളെ അവൻ ഫീ ബുത്തൂനി ഉദരങ്ങളിൽ, ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ, ഹൽക്കൻ ഹൽക്കൻ ഒരു സൃഷ്ടിയായി, മിൻ ബാദി ഹൽക്കിൻ ഒരു സൃഷ്ടിക്കു ശേഷം, ഒരു സൃഷ്ടിക്കു ശേഷം മറ്റൊരു സൃഷ്ടിയായി, ഫീ ളുലുമാത്തിൻ സലാത്തിൻ മൂന്ന് ഇരുട്ടുകളിലായി, മൂന്ന് അന്ധകാരങ്ങളിലായി. അതെല്ലാവർക്കും അറിയില്ല. മൂന്ന് അന്ധകാരം എന്ന് പറയുന്നത് ഒന്ന് മാതാവിന്റെ വയറ്, അത് ഒരാൾ ഇരുട്ട്, രണ്ടാമത്തെ ഇരുട്ട് ഗർഭപാത്രം, മൂന്നാമത്തെ ഇരുട്ട് ആ കുട്ടിയെ പൊതിയുന്ന ആ ഒരു പാടുണ്ടല്ലോ, ഒരു ആവരണം ഉണ്ട് ആ കുട്ടിയെ പൊതിയുന്ന, അതിനെന്താ പറയാ? പ്ലാസ്മ അല്ലെ, അല്ലെ എന്തോ പറയാ അങ്ങനല്ലേ? അപ്പൊ ആ അതാണ് മൂന്ന് ഇരുട്ട്. ഒന്ന് ഉദരം വയറ്, മറ്റൊന്ന് ഗർഭപാത്രം, മറ്റൊന്ന് ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കുട്ടിയെ പൊതിയുന്ന ഒരു ആവരണം. ഈ മൂന്ന് ഇരുട്ടുകളിലായി ഒരു സൃഷ്ടിക്കു ശേഷം മറ്റൊരു സൃഷ്ടിയായി നിങ്ങളവൻ പടച്ചുകൊണ്ടിരിക്കുന്നു, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. എഴുതിക്കോളൂ, ആയത്ത് എഴുതിക്കോളൂ. പദം എഴുതാ, ആയത്തുങ്ങൾക്ക് പിന്നീട് സാവകാശം വീട്ടിൽ പകർത്തി എഴുതിയാൽ മതി ഖുർആൻ നോക്കിയിട്ട്. ഇപ്പൊ പദം എഴുതാ, ഹലക്ക യഖ്ലുഖു ഹൽഖുൻ, അതങ്ങനെ തന്നെ എഴുതാ. എല്ലാം ആ വാക്കിൽ വരുന്നോണ്ടാണ്. ഹലക്ക യഖ്ലുഖു ഹൽഖുൻ. ഖലഖ സൃഷ്ടിച്ചു, യഖ്ലുഖു സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നു, സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നു, രണ്ടർത്ഥം കിട്ടാം. ഖൽഖ് സൃഷ്ടിപ്പ്, ഖൽഖ് സൃഷ്ടിപ്പ്. ഖലഖ സൃഷ്ടിച്ചു, യഖ്ലുഖു സൃഷ്ടിക്കുന്നു, സൃഷ്ടിക്കും, ഖൽഖ് സൃഷ്ടിപ്പ്. ബത്വിന് ജംഅ് ബുത്തൂന് ഉദരങ്ങൾ, വയറുകൾ. ഖലഖ സൃഷ്ടിച്ചു ഭൂതകാല ക്രിയയാണ്. യഖ്ലുഖു രണ്ടർത്ഥം കിട്ടും, വർത്തമാനം ഭാവി, സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നു. ഏത്? ബത്വിന് ബുത്തൂന് വയറുകൾ, ഉദരങ്ങൾ. ബത്തിനിന്റെ ജമ്മ് ബുത്തൂന്, ബത്തിന് ആ ജീമ് ജംഅ് എന്നാണ്, ജംഅ് എന്നാണ് ബഹുവചനത്തിന്റെ അറബി. ബഹുവചനം എന്നുള്ള അറബി ജംഅ് എന്നാണ്, ജംഅ്. അതിനാ ജീമ് ചുരുക്കം കൊടുത്തത്. ബത്വിന് ജംഅ് ബുത്തൂന്.
ഉദരങ്ങൾ, വയറുകൾ. പിന്നെ അടുത്ത വാക്ക് ഉമ്മുൻ. ഉമ്മുൻ ബഹുവചന ഉമ്മഹാത്ത്. ഉമ്മുൻ ഉമ്മഹാത്ത്. ഉമ്മ ഉമ്മഹാത്ത്. ബത്തിന് വയറ്. ബുത്തൂന് ബത്തിനിന്റെ ബഹുവചനാണെന്ത്? ബുത്തൂന് ഉദരങ്ങൾ. ബത്തിന് ഉദരം, ബുത്തൂന് ഉദരങ്ങൾ. അല്ല, അത് പിന്നെ ഒരു ഫിഇലല്ല, അല്ല ഒരു ഇസ്മല്ലേ. ഫിഇലാകുമ്പോൾ എന്തുണ്ടാവുള്ളൂ? മസ്ദർ ഉണ്ടാവുള്ളൂ. ഒരു ക്രിയ, അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതായത് ഖലക്ക എന്ന് പറഞ്ഞത് ഒരു ഫിഇൽ, ഒരു ക്രിയയാണ് അല്ലെ. അതിന് മസ്ദർ ഉണ്ടാവും. സൃഷ്ടിച്ചു, സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്ന, സൃഷ്ടിപ്പ്. ഇതെന്താണ്? ഇസ്മാണ്. ഇസ്മാകുമ്പോ ഒരു നാമാണ്. ഒരു ക്രിയ ആകുമ്പോ അതിന് കാലം ഉണ്ടാവും. ഒരു പ്രവൃത്തി ആകുമ്പോ കാലം ഉണ്ടാവും. പ്രവൃത്തി നടക്കുന്ന കാലം ഉണ്ടാവുമല്ലോ. അത് നടന്നു, നടക്കും, നടക്കുന്നു, കാണും, കാണും, കാണുന്നു, എഴുതും, എഴുതും, എഴുതുന്നു. അതൊക്കെ എന്താണ്? ഫിഇലാണ്. അതേ സമയത്ത് ഇസ്മു എന്ന് പറയുമ്പോൾ നാമമാണ്. അതെന്തല്ല? ഒരു ക്രിയല്ല, പേരാണ്. ബത്തിന് ഉദരം. അപ്പൊ ബത്തന എന്നാണെങ്കിൽ മാറി. ബത്തന എന്ന് പറയുന്ന അർത്ഥം മറച്ചു വെച്ചു എന്നാണ്. അത് ഫിഇലാണ്. ഇവിടെ ഫിഇലല്ല, ഇവിടെ എന്താണ്? ഇസ്മാണ്. ബത്തുനുൻ ഒരു അവയവത്തിന്റെ പേരാണ്. ബത്തുനുൻ അതിന്റെ ബഹുവചനാണെന്ത്? ബുത്തൂന്. ജമ്മ. ഏത്? ഉമ്മഹാത്തീത്താണ്. ജമ്മലീത്താണ് വരാം. ഈത്താണ് വരാം. അല്ല, വേറെ ജമ്മല് വേറെ താ വരുന്നുണ്ട്. ഇപ്പൊ വരും. ഇപ്പൊ സഫറത്ത്, സഫീർ, അംബാസഡർ, സഫീർ, സഫറത്ത്. പിന്നെ കാഫിർ, കഫറത്ത്. അത് വേറൊരു ജമ്മാണ്. കഫറത്ത് ഉണ്ടല്ലോ. അങ്ങനെ വരുന്ന ചില ജമ്മുകളുണ്ട്. അവിടെ മറ്റേ ചെറിയ തന്നെ വരും. കൂടുതൽ, അതായത് ഇങ്ങനെ വരുന്ന വാക്കുകളൊക്കെ ഈ താന്നെ വരിക. ജമ്മാണെന്ന് ഉറപ്പിക്കലല്ല. ഇതിങ്ങനെ ഈ തായ് വേറെ ഇപ്പം പല പദങ്ങൾക്ക് ഇതിന് ഇസ്മുകൾക്ക് വന്നാൽ അത് ജമ്മ ബഹുവചനായിരിക്കും. ബരീർ, ബററത്ത്. ബരീറിന്റെ ബഹുവചനം ബററത്താണ്. അവിടെ മറ്റേ ചെറിയത്താണ് ഉപയോഗിക്കുക. ലുലുമാത്ത്, അന്ധകാരങ്ങൾ. ലുലുമാത്ത്, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. നമ്മൾ ഒരുമിച്ച് ഇതിന് മേലെ പറഞ്ഞ അർത്ഥം എഴുതിയിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അത്രയും ഒരുമിച്ച് അർത്ഥം എഴുതിയോ? ഇല്ല. എന്താ? ബഅദ്, ശേഷം. ബഅദ് എന്ന് പറഞ്ഞാൽ ശേഷം. അതിന്റെ വിപരീതം ഖബിലാണ്. ഞാൻ അറിയുന്ന ബഅദ്, ഖബില്. ഖബില എന്ന് പറഞ്ഞാൽ മുമ്പ്, ബഅദ പറഞ്ഞാൽ ശേഷം. ഖബില, ബഅദന്റെ വിപരീതാണെന്ത്? ഖബില. ഖബില മുമ്പ്, ബഅദ ശേഷം. മിംബാദ് എന്ന ശേഷത്തിൽ നിന്ന് പറഞ്ഞാല് ഒരു സൃഷ്ടിപ്പിന്റെ ശേഷത്തിൽ നിന്ന് മറ്റൊരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പ് നടത്തും. അതാണ് ബഅദ്, ശേഷം. അതിന്റെ വിപരീതം ഖബില എന്നാണ്. ഖബില എന്ന് പറഞ്ഞാൽ മുമ്പ്. അപ്പോ നമ്മളതിന് മുമ്പുള്ളത് എഴുതിയിട്ടില്ല അല്ലെ ആയത്തിന്റെ. അപ്പൊ ഒരുമിച്ച് അർത്ഥം നമുക്ക് ആയത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഇതിനർത്ഥം മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയും. യഖ്ലുഖു, കും, നിങ്ങളെ. യഖ്ലുഖുക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും. ഇവിടുന്ന് അങ്ങോട്ട് അർത്ഥം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ. പിന്നെ ഹൽക്കൻ, ഒരു സൃഷ്ടിയായി. മിൻ ബാദി ഹൽക്കിൻ, ഒരു സൃഷ്ടിപ്പിന് ശേഷം. ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടുകളിലായി. ശരി, ഇനി ഞാൻ പറയുന്ന ചില ആയത്തുകൾ നിങ്ങൾ മറിക്കണം. ഒന്ന് 16
78. 16-ൽ 78 നഹലാണ്. എഴുപത്തിയെട്ട് കണ്ടില്ലേ? ആ നമ്പർ എഴുതിയിട്ട് മറിക്കണം കേട്ടോ. നിങ്ങൾ നോട്ട് ബുക്കിൽ നമ്പർ വേണേ. 16-ൽ 78. ഈ ആയത്തിന്റെ ഷറഹുകൾ പറയണം. കണ്ടില്ല? എല്ലാവരും കണ്ടില്ലേ? ആ ഓതട്ടെ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. കണ്ടില്ലേ? ആ സ്ഥലത്ത് നോക്കണം, ആ സ്ഥലം കാണണം. 16 കണ്ടില്ല? 16 നഹലാണ്, സൂറത്ത് നഹലാണ്. അതിൽ അവസാനം നോക്കിയാൽ പേജ് നമ്പർ കിട്ടും. കണ്ടില്ലേ? വല്ലാഹു അഖ്റജകും, അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. വായിക്കുന്ന സ്ഥലം നോക്കണ്ട, കൈവച്ചിരിക്കണം. വായിക്കുന്ന സ്ഥലം ആയത്ത് ശ്രദ്ധിക്കണം. വല്ലാഹു അഖ്റജകും, അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഫീ മിൻ ബുതൂനി, അതിന്റെ അർത്ഥങ്ങൾ പറയണം. മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന്. എന്താ? എങ്ങനെയാണ്? ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ. അതാണ് ശരിക്ക് ആ കുഞ്ഞിന്റെ അവസ്ഥ. ലാ തഅലമൂന ഷൈഅ, അങ്ങനെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. വജഅല ലക്കും, ഇനി ഈ ഖൽഖം മിൻ ബാദി ഖൽഖിന്റെ ഒരു വിശദീകരണം വേറെയും പറയാൻ പോകുന്നുണ്ട്. ഒരു വിശദീകരണം പറഞ്ഞത്. വജഅല ലക്കും, നിങ്ങൾക്കവൻ ഉണ്ടാക്കി. എവിടെ? ആ ഉദരങ്ങളിൽ വെച്ചിട്ടാ. ആ ഉദരങ്ങളിൽ അവൻ നിങ്ങൾക്കുണ്ടാക്കി അസ്സംഅ, വൽ അബ്സാറ വൽ അഫ്ഇദ, ഹൃദയങ്ങൾ. സംഅ, ബസർ, അഫ്ഇദത്ത്. ആദ്യം ചെവി, ഖൽഖൻ, ചെവി കീറി, പിന്നെ കണ്ണ് കീറി, പിന്നെ അള്ളാഹു ഹൃദയം. കണ്ട? അതാണ് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടി. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ശറഹ്. ഫീ ബുത്തൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബാദി ഖൽഖ് എന്ന് പറഞ്ഞാൽ ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഒന്ന് കിട്ടിട്ടാ.